ഹായ് യുമ്ന, നമസ്കാരം. എനിക്ക് തോന്നുന്നത് നമ്മുടെ കുട്ടിപ്പട്ടുറുമാലിലാണ് ആദ്യമായിട്ട് കോഴിക്കോട് വെച്ചിട്ട് യുമ്നെ ഞാൻ കാണുന്നത്. അന്ന് ഇപ്പോൾ യുമ്ന ഒരു വലിയ ലെവലിലേക്കൊക്കെ പാടി ഒരു വലിയ പാട്ടുകാരിയായെങ്കിലും നമ്മളുടെ മുന്നിൽ എപ്പോഴും യുമ്ന ഒരു കൊച്ചു യുമ്ന തന്നെയാണ്. അപ്പോൾ എന്ത് ചോദിച്ചാലും ക്യാമറയെ അഭിമുഖീകരിച്ചുകൊണ്ട് എന്തും സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി അന്നേ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാട്ടുകാരി എന്നുള്ള നിലയിൽ യുമ്ന വളർന്നു വരുമ്പോൾ അതൊരു വലിയ ഘടകമായി മാറുമെന്നും എനിക്ക് ഉറപ്പായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻറ്റ്, ഈ ഉമ്മ റൗണ്ട് എന്നൊരു റൗണ്ട് ഉണ്ടായിരുന്നു കുട്ടിപ്പട്ടുറുമാലിൽ. ആ ഉമ്മ റൗണ്ടിൽ ഉമ്മയോട് എന്താണ് ക്യാമറയെ നോക്കി ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ യുമ്ന പറഞ്ഞത് ഒരു പ്രധാന കാര്യം, ഞങ്ങളെല്ലാവരും ചിരിച്ചു ഒരു സംഭവമാണ്. വളരെ രഹസ്യമാക്കി വീട്ടുകാർക്ക് പോലും അല്ലെങ്കിൽ ബന്ധുക്ക ജനങ്ങൾക്ക് പോലും അറിയാൻ വയ്യായിരുന്ന ഒരു സത്യം യുമ്ന വിളിച്ചു പറഞ്ഞു ക്യാമറയെ നോക്കിയിട്ട്. എന്താണെന്നറിയാമോ? എൻ്റെ ഉമ്മിച്ചിയുടെ വയറ്റിൽ ഒരു കുഞ്ഞു ആവയുണ്ടെന്ന് ലോകത്തോട് ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞത് യുമ്നയാണ്. എനിക്ക് ചെറിയ സംശയം തോന്നുന്നു, ഈ വലിയ ലെവലിലേക്കൊക്കെ പാടുമ്പോൾ ഈ ഭാഷ ഒരു പ്രശ്നമാകുന്നുണ്ടോ എന്നൊരു സംശയം. യുമ്ന എന്തും ക്യാമറ എന്നൊക്കെ പറയുന്ന ആളായതുകൊണ്ട് ഹിന്ദി ഭാഷ എങ്ങനെയാണ് യുമ്ന അവിടെ പോയി കൈകാര്യം ചെയ്തതെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അതൊന്ന് വിശദീകരിച്ച് തന്ന രസമായിരിക്കും. എന്തും പറയുമെന്ന് അറിയാം, എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് യുമ്ന എന്തായിരിക്കും ഹിന്ദിയിൽ പറഞ്ഞത് എന്നറിയാൻ എനിക്കും ഒരാകാംക്ഷ. നമുക്കതിലേക്ക് വരാം. ബഷീർ, ഈ യുമ്നയൊക്കെ ആദ്യകാലത്ത് ഈ സ്റ്റുഡിയോ ഫ്ലോറിൽ നന്നായി ഗ്രൂം ചെയ്ത നല്ലൊരു അനുഗ്രഹീത ഗായകൻ കൂടിയാണ് ബഷീർ. ബഷീർ എന്താ പറഞ്ഞത്? എന്തോ ഒരു രഹസ്യം പുറത്തു വിട്ടു. ബാപ്പയ്ക്ക് പോലും അറിയാത്ത കാര്യമാണ് അവള് പുറത്തു വിട്ടത്. ബാപ്പ പോലും അറിഞ്ഞിരുന്നില്ല, ഇല്ലേ? ശരിയല്ലേ? നോക്കട്ടെ. എന്റെ ഉമ്മയ്ക്ക് എനിക്കിഷ്ടപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞതെല്ലാം കുറച്ച് അനുസരിക്കലുണ്ട് ഉമ്മ. അതെനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ എന്ത് അസുഖം വന്നാലും എന്ത് പനിയോ കൊരയോ എന്ത് കാര്യം വന്നാലും എൻ്റെ ഉമ്മ എന്നെ നോക്കലുണ്ട്. പിന്നെ എൻ്റെ ഉമ്മൻ്റെ വയറ്റിലൊരു ചെറിയ കുഞ്ഞു വാവയുണ്ട്. അതാർക്കും അറിയാത്ത കാര്യമാണ്, ആരോടും പറഞ്ഞിട്ടില്ല. പോലും മറച്ചു വെച്ച രഹസ്യമാണ് അന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. കണ്ടോ മീനാക്ഷി? ആരാ ഇവിടെ അടുത്ത് ഒരു രഹസ്യം ഇവിടെ എക്സ്റേ ചെയ്ത് നോക്കി. ഉമ്മച്ചിയുടെ വയറൊക്കെ എക്സ്റേ ചെയ്ത് നോക്കിയിട്ടാണ് കണ്ടെത്തിയത്. ബഷീർക്ക ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ്, എങ്ങനെയാണ്, അതായത് മലയാളക്കരയിൽ നിന്ന് മുംബൈയിലേക്ക് പോയ ശേഷം അവിടെ ഹിന്ദിയൊക്കെ എങ്ങനെ പഠിച്ചു? ആദ്യമൊക്കെ ഹിന്ദി മറ്റേ ശ്രീനിവാസനൊക്കെ സിനിമയിൽ പറഞ്ഞ ഹൂം ഹാ ഹൂ എന്നൊക്കെ പറഞ്ഞോ? അങ്ങനല്ല, എനിക്ക് ഹിന്ദി ആദ്യം ഞാൻ ഇതിന് കുട്ടിപ്പട്ടുമാലിന് ശേഷം ഞാൻ ഹിന്ദി സീരിയലിൽ കാണാറുണ്ട്, ഹിന്ദി പാട്ടുകൾ കേൾക്കാറുണ്ട്. പിന്നെ ഉപ്പയ്ക്ക് ഹിന്ദി അറിയുന്നതുകൊണ്ട് ഉപ്പൻ്റെ അടുത്തൊന്നും കുറേ പഠിച്ചു. അങ്ങനെ ഹിന്ദി സീരിയൽ കണ്ട് ഹിന്ദി പറയാനും പഠിച്ചും ചെയ്ത്. അവിടെ പോയിട്ട് ആൾക്കാരൊക്കെ ആയിട്ട് ഹിന്ദിയിലാണ് ഇപ്പൊ പേശുന്നത്. ഹിന്ദിയിൽ തന്നെ അവർക്ക് മലയാളം മനസ്സിലാവില്ലല്ലോ. മലയാളം പറഞ്ഞ അവരെ മലയാളം പഠിപ്പിക്കണം. അല്ലേ മീനാക്ഷി? പിന്നെ ഞാൻ പഠിപ്പിക്കാറുണ്ട്. അവരിടയ്ക്ക് മലയാളത്തൊക്കെ പറയണം. പക്ഷെ അവര് സൽമാൻ ഖാനോട് മലയാളത്തിൽ സംസാരിച്ചോ? സൽമാൻ ഖാൻ സംസാരിച്ചിട്ടില്ല. ചോദിക്കേണ്ടത് ഇടയ്ക്ക് മലയാളത്തൊക്കെ പറയണം. എന്തായാലും ബഷീർ കായ്ക്ക് വേണ്ടിയിട്ട് പഴയ പട്ടുറുമാലിന്റെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു ബഷീർ ക. ബഷീറിന് വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് യുമ്നയുടെ മകൻ പാടിക്കൊടുക്കണ്ടേ? ലാ ഇലാഹ ഇല്ലല്ലാഹു